ഹലോ ഗായ്സ്, ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ടർ വ്ളോഗർ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ടാണ് ഈ കെട്ടി പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? വേറെ എവിടെയല്ല, തൃപ്പൂണിത്തറയിലേക്ക്. അവിടെ നമ്മളിത് കസവ് നിലയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ്, നല്ലൊരു കസവ് സാരി മേടിച്ചു കൊടുക്കാൻ. നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കണേ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഡയലോഗ് നമുക്കിവിടെ ആപ്റ്റാണ്. കാരണം ഉണ്ടല്ലോ, നല്ല അടിപൊളി കളക്ഷൻസാണ്. കണ്ടോ, ഞാനും ചേച്ചി നല്ല പരിശ്രമത്തിൽ അമ്മയ്ക്ക് ഏതെടുക്കണം. അവസാനം എൻ്റെ സെലക്ഷനിലുള്ളത് ആ തെയ്യത്തിൻ്റെ ഒരു ഇത് കണ്ടോ, അതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ് സെലക്ട് ചെയ്ത്. ചേച്ചി രണ്ടാമത് പിന്നെ ഇതും കൊണ്ടുവന്നു കേട്ടോ. നിങ്ങൾ പറ ഇതിനകത്ത് ഏതാ നല്ലതെന്ന്. അവസാനം എൻ്റെ നിർബന്ധപ്രകാരം അത് തന്നെ എടുത്തു അമ്മയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവളിത് എന്നെയും വിളിച്ചുകൊണ്ട് വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി. അവളുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കടയാണ്. ഇവിടെ നിന്നാണ് അവൾ മിക്കപ്പോഴും ഇതുപോലുള്ള ഓരോ അൽക്കുലത്ത് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത്. അവിടെ കുറേ മാലയും ഇപ്പോൾ കാലയിലിടുന്ന മറ്റേ എന്തോ പാസരോ എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴല്ലോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരുപാട് നല്ല നമുക്ക് ആണുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്താ പറയുക, വളകളും കമ്മലുകളും മാലകളും അങ്ങനെ കുറേ സാധനങ്ങൾ. ഞാൻ വരെ അന്താളിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, സെലക്ഷൻ ഏതെടുക്കണം എന്ന് അറിയാതായിപ്പോൾ. പിന്നെ ഒരു ചെറിയ കൊട്ടയ്ക്കകത്ത് ഞങ്ങൾ അതും ഇതൊക്കെ കൊണ്ട് കുറേ സാധനങ്ങൾ വാരിയിട്ട് ബില്ല് കൊടുക്കാൻ വന്ന് നിന്നിടത്ത് അവളതേ പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയോ വാരി കൂട്ടിയിടുന്നു. അവസാനം ഞങ്ങൾ പോണ വഴിക്ക് നല്ലൊരു തട്ടുകട കയറി ഫുഡ് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ടേ. അവസാനം അങ്ങനെയൊക്കെയോ നിർബന്ധം പിടിച്ച് ഞങ്ങളൊരു 2 പൊറോട്ടയും ഒരു കബാബും മേടിച്ച്. പക്ഷേ കബാബായിരുന്നു ഡ്രൈ ആയിപ്പോയി, അതിനകത്ത് മുക്കി കഴിക്കാനൊന്നുമില്ല. അവസാനം ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ കപ്പയും പൊട്ടിയും വന്നു. എൻ്റെ കപ്പയും പൊട്ടി വന്നപ്പോൾ തന്നെ ഞാനങ്ങ് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 2 കുറ്റി പുട്ടും ഇച്ചിരി ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. അങ്ങനെ നല്ല ഹെവി ഫുഡിന് ശേഷം ഞങ്ങളത് അമ്മയ്ക്ക് കൊണ്ടുവന്നത് അമ്മയുടെ സർപ്രൈസ് അങ്ങ് കൊടുത്തു. സർപ്രൈസ് കിട്ടിക്കഴിഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. സന്തോഷം ഉണ്ടായി ഞാൻ കാണിക്കില്ലെന്നേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.